നീന ഇന്ന് നമ്മൾ എന്തിനോട് വന്നേനെ? നമ്മൾ ഇന്നൊരു വൈറ്റ് സ്പൈസി ഗാർലിക് സോസ് ഉണ്ടാക്കുക. ഓക്കെ, നീ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ സോസ്? നീ എങ്ങനെയാ കഴിച്ചേനെ? വാങ്ങിച്ചിട്ടുണ്ട്, മമ്മി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നിനക്ക് ഇഷ്ടമാണോ കഴിക്കാൻ വേണ്ടിയിട്ട്? അപ്പോൾ ഇന്ന് നമ്മളോട് ഉണ്ടാക്കുന്നത് വൈറ്റ് സ്പൈസി ഗാർലിക് സോസാണ് ഉണ്ടാക്കുന്നത്. റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്, പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല, നല്ല ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിനക്കറിയാം ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്? നമുക്ക് എണ്ണ ആവശ്യമുണ്ട്. എന്ത് ടൈപ്പ് ഓയിലാണ് വേണ്ടത്? സൺഫ്ലവർ ഓലിവ് ഓയിൽ. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ഓയിലും എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിക്കും അങ്ങോട്ട് ശരിയാവില്ല കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത്, അപ്പോൾ അതിൻ്റെ തിക്നെസ് കിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ എടുക്കുക അല്ലേ? അപ്പോൾ ഞാനിന്നോട് എടുത്തേക്കുന്നത് ഒലിവ് ഓയിലാണ് എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഓയിൽ ഞാനിവിടെ 8 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തേക്കുന്നത്. ഓയിൽ അത്രയ്ക്ക് തന്നെ ചേർക്കണം കേട്ടോ. കുറച്ച് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സോസ് വെള്ളം പോലെ ഇരിക്കും. പിന്നെ ഇതിലേക്ക് നമുക്ക് എന്താ വേണ്ടത്? വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. 3 പീസ്. ഓക്കെ, 3 വെളുത്തുള്ളി വേണം. ഈ വെളുത്തുള്ളി നമ്മൾ തൊണ്ട് കളഞ്ഞിട്ട് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഓയിലിട്ടിട്ട് മൊരിച്ചിട്ടാണ് ഈ ഗാർലിക് സോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ മൊരിച്ചിട്ട് ഗാർലിക് സോസ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മൊരിച്ചിട്ട് എടുക്കണം. ഇതിന് ഒരു 3 വെളുത്തുള്ളി എടുത്താൽ മതി കേട്ടോ. ഇത് നല്ല വലിയ വെളുത്തുള്ളിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്കും ചെറിയ വെളുത്തുള്ളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വേണ്ട വരില്ലേ? ഒരു എത്രണ്ണം വേണം? 6. ഓക്കെ, അവർക്ക് നേരത്തെ അറിയാം. അപ്പോൾ ഒരു നാട്ടിലെ ചെറിയ വെളുത്തുള്ളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 വെളുത്തുള്ളി എടുക്കാം. പിന്നെ നമുക്ക് വേറെ എന്താ വേണ്ടത്? നമുക്ക് തൈര് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് നല്ല കട്ട തൈരാണ് എടുത്തേക്കുന്നത്. തൈര് എന്തോരം വേണം? തൈര് 1 ടേബിൾ സ്പൂൺ തൈര് വേണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് വിനീഗറും ചേർക്കുന്നുണ്ട്. വിനീഗർ എന്താ ചേർക്കാന്നറിയോ? വിനീഗർ 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ അല്ല, വിനീഗർ 1.5 ടേബിൾ സ്പൂൺ വിനീഗർ വേണം. അപ്പോൾ വിനീഗറിന് പകരം നമുക്ക് നാരങ്ങനീര് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങനീരും ചേർക്കാം. പക്ഷേ വിനീഗറിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഈ വിനീഗർ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടുവരികയും ചെയ്യില്ല. നാരങ്ങനീര് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടുവരും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ എത്ര മുട്ട എടുത്തിട്ടുണ്ട്? 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാണോ? അത് ഞങ്ങളുടെ വീട്ടിലിട്ടുന്ന കോഴിയുടെ മുട്ടയാണ്. അപ്പോൾ ഈ മുട്ട നമ്മൾ എടുക്കുമ്പോൾ ഈ മുട്ട ഫുള്ളായിട്ട് എടുക്കണ്ട കേട്ടോ. ഈ മുട്ടയുടെ എന്താ എടുക്കണ്ടേ? വൈറ്റ് വേണോ യെല്ലോ വേണോ? വൈറ്റ്. അപ്പോൾ ഈ മുട്ടയുടെ വെള്ളം മാത്രം എടുത്താൽ മതി, മഞ്ഞ നമുക്ക് എടുക്കണ്ട. അപ്പോൾ 2 മുട്ട വേണം. പിന്നെ ഇത് നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ സ്പൈസി ആവാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ 2 ചെറിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക് കുറച്ച് കൂടുതൽ എടുക്കുക അല്ലേ? പക്ഷേ 3 എടുക്കുക. അപ്പോൾ 2 പച്ചമുളക് ചേർത്താൽ അത്യാവശ്യം നല്ല എരിവുണ്ടാവും. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഞാനിതിലേക്ക് 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടി ഒരുപാട് ചേർക്കണ്ട കേട്ടോ. കുരുമുളക് പൊടി അത്രയ്ക്ക് ചേർത്താൽ മതി. പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. അപ്പോൾ ഇത്രയ്ക്ക് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് വെളുത്തുള്ളി ഒന്ന് ഓയിലിട്ടിട്ട് മൊരിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞെടുക്കാം. രണ്ട് നീക്കി വയ്ക്കാം. വെളുത്തുള്ളി ആര് തൊണ്ട് കളയും? ഇപ്പോൾ ഇവിടെ ഉച്ച നേരം കേട്ടോ. ഉച്ചയ്ക്ക് ഇപ്പോൾ ഇവിടെ 1 മണിയായിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ നല്ല കാറ്റായിരുന്നു. പക്ഷേ ഇന്ന് കാറ്റൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് ചെറുതായിട്ട് കാറ്റുണ്ട്, പക്ഷെ നല്ല ചൂടും നല്ല വെതറാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ചോറിനാൻ വേണ്ടിയിട്ട് അല്ലേ? ഇത് ചോറിനിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞങ്ങളിവിടെ എടുക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള വലിയ വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ ചെറിയ വെളുത്തുള്ളിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ച് കൂടുതൽ എടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ സോസിന് ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ തൊണ്ട് കളഞ്ഞെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുക്കുന്ന എല്ലാ സാധനങ്ങളും നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലേക്ക് ആകുമ്പോൾ ഇപ്പോൾ നല്ല ചൂടിൻ്റെ സമയമാണല്ലോ. അപ്പോൾ ഈ മിക്സിയുടെ ജാറ് നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുക്കുക. മുട്ട ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കുക. തൈരായിരുന്നാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കുക. എല്ലാ സാധനങ്ങളും തണുപ്പിച്ചിട്ട് എടുക്കുക. അല്ലെങ്കിൽ നമ്മളത് മിക്സിയിലിട്ടിട്ട് കറക്കുന്ന സമയത്ത് പെട്ടെന്ന് ചൂടാവും. അങ്ങനെ ചൂടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ തിക്നെസ് നമുക്ക് കിട്ടില്ല. നമ്മൾ എന്തോരം ഇട്ട് കറക്കിയാലും ഇത് വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ എല്ലാ സാധനവും തണുപ്പിച്ചിട്ട് എടുക്കുക. വെളുത്തുള്ളി എന്തായി കൊണ്ടുകളെ? അപ്പോൾ വെളുത്തുള്ളി ഞാനിവിടെ നല്ല ചെറുതായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം.
അപ്പോഴായിരിക്കും ആ വെളുത്തുള്ളി ഫുള്ളായിട്ട് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുക. വലിയ പീസൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ശരിക്കാണ്ട് മുരിഞ്ഞ് കിട്ടില്ല. എന്താ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇതേപോലെ അപ്പം നല്ല നൈസായിട്ട് കട്ട് ചെയ്യണില്ലേ, അതേപോലെ. കഴിഞ്ഞ ഓക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ ഓയിലിട്ടിട്ട് മൊബിച്ചിട്ട് എടുക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഓയിൽ ചേർക്കണില്ല, ആ സെയിം ഓയിൽ തന്നെ ചേർത്താൽ മതി. വെളുത്തുള്ളി താഴെ പോയി സാറില്ല, നമുക്ക് വേറെ ഇടുക. നമുക്ക് കിട്ടണത്. അപ്പം ഇനി നമുക്കത് മൊരിയിച്ചിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറാവണം കേട്ടോ. ഗോൾഡൻ കളർ ആയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ഒരു ബ്രൗൺ കളറാവും. ബ്രൗൺ കളറിലേക്ക് ആവാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. കളറിലേക്ക് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറണം കേട്ടോ. ചൂടോട് കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് കറക്കരുത് കേട്ടോ. അത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നീന, ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി നല്ലൊരു ഗോൾഡൻ കളറാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് മൊരിയിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് ഗാർലിക് സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഈ ജാറിലേക്ക് നമുക്ക് ഈ മൊരിച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. നന്നായിട്ട് ചൂടാറണം കേട്ടോ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് എന്ത് ചേർക്കും? മുട്ട ചേർക്കാം. മുട്ടയുടെ ഉണ്ണി സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. നിനക്കറിയോ എടുക്കാൻ വേണ്ടിയിട്ട്? ഓക്കെ, എന്നിട്ട് അങ്ങനെ ചൂരിൻ്റെ താഴെ വീടും. ഓക്കെ, ആ കൈയുടെ വിടവ് ഇങ്ങനെ വിടർത്തി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ മുട്ടയുടെ വെള്ളം താഴത്തേക്ക് വിടും. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നല്ല ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഇതിനകത്തേക്ക് കിട്ടും. ഇതെടുക്കും. ഇത് പിന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന മുട്ട കേട്ടോ. ഇത് ഇന്നലെ അല്ലെങ്കിൽ ഇന്നിട്ടേക്കണ മുട്ടയായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉണ്ണി പെട്ടെന്നാണ്ട് പൊട്ടിപ്പോവില്ല. പഴക്കം എത്തിയിട്ടുണ്ടെങ്കിൽ ആ മുട്ടയുടെ ഉണ്ണി പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇതിലേക്ക് നമുക്ക് ഒരു 8 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. അപ്പോൾ നിങ്ങൾ 8 ടേബിൾ സ്പൂൺ തന്നെ ചേർക്കണം കേട്ടോ. കൈ തുടയ്ക്കണം, പേപ്പർ ടവൽ വെച്ച് തുടങ്ങും. അപ്പോൾ ഇതിലേക്ക് 8 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 2 എണ്ണിക്കോ, 3 4 5 6 7 8. അപ്പോൾ ഇതിലേക്ക് 8 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എന്ത് ചേർക്കണം? തൈര് ചേർക്കാം. തൈര് ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കണ തൈര് അധികം പുളിയില്ലാത്ത തൈരാട്ടോ. നല്ല പുളിയുള്ള തൈര് ചേർക്കരുത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കാം. അപ്പോൾ വിനീഗറിന് പകരം നിങ്ങൾക്ക് നാരങ്ങ നീര് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്താലും കുഴപ്പമില്ല. അത് ഒഴിക്കാറ് താഴെ ഒഴിക്കും. കാരണം വിനീഗർ നമ്മൾ ഇത്രയ്ക്ക് തന്നെ ഒഴിക്കണം. അത്യാവശ്യം നല്ല പുളി വേണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് എന്ത് ചേർക്കണം? പച്ചമുളക് ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് അമ്മ ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണാണ് ചേർക്കണത്. അമ്മ ചേർക്കോ നീ ചേർക്കോ? അമ്മ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു 3 നുള്ള ഉപ്പും കൂടി എക്സ്ട്രാ ചേർക്കേണ്ടി വരും. എന്നാലായിരിക്കും ആ കറക്റ്റ് ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ആ ഉപ്പ് നമ്മളിപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്താൽ മതി. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ എന്തോ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട്. അവർ അവിടെ നിന്ന് ബോൾ കളിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. പിന്നെ ഒരു കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോസ് ഉണ്ടാക്കാനുള്ളത് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇത്രയ്ക്കേ ആവശ്യമുള്ളൂ നമുക്ക്. ഇനി ഇത് നമുക്ക് ഒന്ന് കറക്കിയിട്ട് എടുക്കാം. അപ്പോൾ മിക്സിയിലിട്ടിട്ട് കറക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല സ്പീഡിലിട്ട് കറക്കരുത്. നല്ല സ്പീഡിലിട്ട് കറക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിക്കായിട്ട് വരില്ല കേട്ടോ. ലോ സ്പീഡിലിട്ടിട്ട് വേണം കറക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കറക്കാം. ആര് കറക്കും? ഓക്കെ, ഞാൻ ചെയ്യാം. അപ്പോൾ സ്പീഡ് ഒരു സമയത്തും കൂട്ടി വയ്ക്കരുത്. ലോ സ്പീഡിലിട്ടിട്ടാണ് കറക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്.
അപ്പോൾ ഇത് കണ്ട, അപ്പോൾ ഇത് നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. നല്ല എരിവുണ്ട്, ഉപ്പൊക്കെയും നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇട്ടായിരിക്കുക നമ്മുടെ വൈറ്റ് ഗാർലിക് സോസ്. അത്യാവശ്യം നല്ല എരിവ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് എരിവ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് എരിവ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ വൈറ്റ് ഗാർലിക് സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയാ? ഓക്കെ. അപ്പോൾ നമ്മുടെ വൈറ്റ് ഗാർലിക് സോസ് റെഡി ആയിട്ടുണ്ട്. നീ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ, എങ്ങനെയുണ്ട്? ഉപ്പൊക്കെ കറക്റ്റ് പാകമായിട്ടുണ്ട്. കുറച്ച് എരിവ് കൂടുതലുണ്ട് അല്ലേ? അപ്പോൾ അത്രയ്ക്ക് എരിവ് വേണ്ടാത്തവർ കുറച്ച് പച്ചമുളക് ചേർത്താൽ മതി. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വൈറ്റ് സോസ് തേക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. മീറ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റും ചേർക്കാം. ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നീന, നമ്മുടെ സോസ് റെഡി ആയാ? ഓക്കെ. നീ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ, കഴിക്കാൻ എങ്ങനെയുണ്ട്? കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പൊക്കെ നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. പക്ഷെ കുറച്ച് എരിവുണ്ട് അല്ലേ? അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ അത്രയ്ക്ക് നല്ല എരിവ് വേണ്ടാത്തവർ ഇത്രയ്ക്ക് പച്ചമുളക് ചേർക്കണ്ട, ഒരു പച്ചമുളക് ചേർത്താൽ മതി. ഇത് എന്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം അല്ലേ? വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെറുതെ എടുത്ത് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഗ്രിൽ ചിക്കനൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ കൂടെ കഴിക്കുക. അല്ലെങ്കിൽ ചിപ്സിൽ മുക്കി കഴിക്കുക അല്ലേ? ചിപ്സിൽ മുക്കി കഴിക്കുക. അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഉള്ളിൽ ഇത് ഫസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കുക. നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഗാർലിക്ക് ടോസ്റ്റ് ചെയ്ത് അങ്ങനെ സോസ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അച്ചാറ് പോലെ തൊട്ട് നക്കി കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. എന്താ?